അടുത്ത ടോപ്പിക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. നെറ്റ്വർക്കിൻ്റെ അകത്ത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്സുകളൊന്നും ഉണ്ടാകാതെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അല്ലേ. നെറ്റ്വർക്ക് സെക്യൂരിറ്റി കൺസിസ്റ്റ് ഓഫ് the prevention and policies adopted by a network administrator to prevent and monitor unauthorized access, misuse, modification or denial of a computer network and network accessible resources. ഒരു നെറ്റ്വർക്കിനെ കൺട്രോൾ ചെയ്യുന്ന ആളെ നമ്മൾ പറയുന്നത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് അല്ലേ. അപ്പോൾ ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസുകളെ, മോഡിഫിക്കേഷനുകളെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഡിനൈൻ ഓഫ് നെറ്റ്വർക്കിനെയൊക്കെ തടയുന്നതിനെടുക്കുന്ന കുറേ പോളിസീസിനെയൊക്കെ കൂടിയാണ് നമ്മൾ എന്താ പറയുക, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് പ്രൈവറ്റ് നെറ്റ്വർക്കിലാണെങ്കിലും അതുപോലെ തന്നെ പബ്ലിക് നെറ്റ്വർക്കിലാണെങ്കിലും നെറ്റ്വർക്ക് സെക്യൂരിറ്റീസ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട്. ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്നാന്നതിനൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, the policies and procedures implemented by a network administrator to avoid and keep track of unauthorized access, exploitation, modification or denial of network and network resources. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്സുകളെ, നെറ്റ്വർക്കുകളുടെ ഉപയോഗങ്ങളെ, മോഡിഫിക്കേഷനുകളെ ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന പോളിസീസിനെയും പ്രൊസീജിയേഴ്സിനെയും എല്ലാം കൂടെ കൂട്ടി പറയുന്നതാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുക. നെറ്റ്വർക്ക് സെക്യൂരിറ്റി രണ്ട് തരത്തിലുള്ള നെറ്റ്വർക്ക് സെക്യൂരിറ്റീസ് ആണുള്ളത്. ഫിസിക്കൽ സെക്യൂരിറ്റിയുമുണ്ട്, ലോജിക്കൽ സെക്യൂരിറ്റിയുമുണ്ട്. ആദ്യത്തേത് ഫിസിക്കൽ സെക്യൂരിറ്റി. ഫിസിക്കൽ സെക്യൂരിറ്റി റെഫേഴ്സ് ദ മെഷേഴ്സ് that are designed to deny access to unauthorized person from and physically accessing the building, facility, resources or stored information. ഫിസിക്കലി ഒരാൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡേറ്റ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അടുത്ത് വന്നിട്ട് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റാനെ ആക്സസ് ചെയ്യുന്ന, ഫിസിക്കലി ആക്സസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അതിനെതിരായിട്ട് കൊടുക്കുന്ന സെക്യൂരിറ്റി, അതിനെയാണ് നമ്മൾ ഫിസിക്കൽ സെക്യൂരിറ്റി എന്ന് പറയുക. അപ്പോൾ അൺഓതറൈസ്ഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാൻ പറ്റും? അൺഓതറൈസ്ഡ് ആയിട്ട് അവിടെയുള്ള സിസ്റ്റത്തിനെ ആക്സസ് ചെയ്യാം, അതിൻ്റെ പെരിഫറൽസിനെ ആക്സസ് ചെയ്യാം, ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കലി ആക്സസ് ചെയ്യുന്നു. അതിനെതിരായിട്ട് എടുക്കുന്ന സെക്യൂരിറ്റി മെഷേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അത് പ്രധാനമായിട്ടും നമ്മൾ 3 തരത്തിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സാണ് എടുക്കുന്നത്. ഒന്നാമത്തേത്, ഒബ്സ്റ്റക്കിൾസ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ദ വേ ഓഫ് പൊട്ടൻഷ്യൽ അറ്റാക്കേഴ്സ് ആൻഡ് സൈറ്റ് ദാറ്റ് ക്യാൻ ബി ഹസാർഡഡ് എഗൈൻസ്റ്റ് ദി ആക്സിഡൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റർ. എന്താണ്? എവിടെ നിന്നാണോ ഒരു അറ്റാക്കർ വരാനായിട്ട് ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുക. അതുവഴി അറ്റാക്കറിനെ എന്ത് ചെയ്യുക? തടഞ്ഞു നിർത്തുക. അതുപോലെ തന്നെ ചിലപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഫയർ അറ്റാക്ക് അല്ലെങ്കിൽ ഫയർ, തീപിടുത്തം, അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മുടെ വെള്ളപ്പൊക്കം, ഭൂമികുലുക്കം, അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ. അതിൽ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം തരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റാനെ അവിടെയൊക്കെ എന്ത് ചെയ്യുക? ഒബ്സ്റ്റക്കിൾസ്, വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഒബ്സ്റ്റക്കിൾസിനെ പ്ലേസ് ചെയ്യുക. നമ്മൾ ഒന്നാമത്തെ പറയുന്നത് സെക്യൂരിറ്റി ഗാർഡ്സ്, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ലോക്സ്, ഫെൻസിങ്, വാൾസ്, ഫയർ പ്രൂഫ് സെക്യൂരിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒന്നാമത്തെ കാറ്റഗറിക്കകത്ത് വരിക. രണ്ടാമത്തേത് വരുന്നത് സർവൈലൻസ് ആൻഡ് നോട്ടിഫിക്കേഷൻ സിസ്റ്റംസ് ക്യാൻ ബി പുട്ട് ഇൻ ദ പ്ലേസ്. എന്താണ്? ഒരു CCTV പോലെയുള്ള സർവൈലൻസ് സിസ്റ്റം, നിരീക്ഷണ സിസ്റ്റങ്ങളൊക്കെ എന്ത് ചെയ്യുക? അതുപോലെ തന്നെ അവിടെ നമ്മൾ സ്ഥാപിക്കുക. അതനുസരിച്ച് നമുക്ക് അവിടെ എന്തെങ്കിലും മാറ്റം വരുന്ന അനുസരിച്ച് നമുക്ക് നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ അലാംസ് ഒക്കെ തരുന്ന രീതിയിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ എന്ത് ചെയ്യുക? ഏർപ്പെടുത്തുക. അതെന്താവാം? എന്തൊക്കെ തരത്തിലുള്ള ആവാം? ഹീറ്റ് സെൻസേഴ്സ് ആവാം, ലൈറ്റ് സെൻസേഴ്സ് ആവാം, സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ക്യാമറാസോ അലാംസോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. മൂന്നാമത്തേത്, മെത്തേഡ് ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ടു ക്യാച്ച് ദ അറ്റാക്കർ. എന്താണ്? അറ്റാക്കറിനെ പിടിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി വയ്ക്കുക. അതൊക്കെയാണ് ഫിസിക്കൽ സെക്യൂരിറ്റിക്കകത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. അടുത്ത ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ലോജിക്കൽ സെക്യൂരിറ്റി. ലോജിക്കൽ സെക്യൂരിറ്റി consists of software safeguards for organization system include user identification and password, access, authentication, access right and authority level. എന്താണ്? ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരു യൂസറിൻ്റെ
ആക്സസിനെ ഓതറൈസ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ വരുന്നതെന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുക, ലോജിക്കൽ സെക്യൂരിറ്റി എന്ന് പറയുക. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പാസ്വേഡ് വെച്ചിട്ടൊക്കെ ഉള്ളത്, അതുപോലെ തന്നെ യൂസർ നെയിം പാസ്വേഡ് ഐഡൻറ്റിഫിക്കേഷനൊക്കെ ലോജിക്കൽ സെക്യൂരിറ്റിക്കകത്ത് വരുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അവിടെ പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് മാച്ച് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ലോഗിൻ ചെയ്ത് നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. ആ രീതിയിലുള്ള മെഷേഴ്സാണ് എന്തെന്ന് പറയുക, ലോജിക്കൽ സെക്യൂരിറ്റിക്കകത്ത് വരിക. ലോജിക്കൽ സെക്യൂരിറ്റി യൂസസ് സോഫ്റ്റ്വെയർ ടെക്നോളജി ടു അലൗ ഇൻഡിവിജ്വൽസ് ടു ആക്സസ് ഇൻഫർമേഷൻ ആൻഡ് സിസ്റ്റം ബേസ്ഡ് ഓൺ ഹൂ ദേ ആർ ആൻഡ് വാട്ട് ദെയർ റോൾ ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ആ ഓർഗനൈസേഷൻ അവരാരാണ്, അവരുടെ റോൾ എന്താണ്, അതനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഡേറ്റാനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലേ. അവർക്ക് എല്ലാവർക്കും എല്ലാ ഡേറ്റയും ആക്സസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ ഒരു ക്ലർക്കാണെങ്കിൽ ക്ലറിക്കൽ ഡേറ്റ മതി. ഒരു മാനേജർ ആണെങ്കിൽ അത് കൂടുതൽ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ആ ലെവലിൽ ആർക്ക് ഏത് തരത്തിലുള്ള ഡേറ്റയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് വരുന്നതാണ് സെക്യൂരിറ്റി മെഷേഴ്സ്. സാധാരണയായിട്ട് സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ നമ്മൾ ഓൺലൈൻ സൈറ്റുകളാണ് കൊടുക്കുക. കാരണം എന്താണ്, അവിടെയൊക്കെ നമ്മുടെ മണി ട്രാൻസ്ഫറൊക്കെ നടത്തുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു കസ്റ്റമറിൻ്റെ കോൺഫിഡൻസും ട്രസ്റ്റും ഒക്കെ വേണം അല്ലേ. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഇങ്ങനെയുള്ള സൈറ്റുകൾ ആൾക്കാർ ഉപയോഗിക്കത്തുള്ളൂ അല്ലേ. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് പാസ്വേഡ്സ്, വൈറസ് പ്രൊട്ടക്ഷൻ, ഫയർവാൾസ്, എൻക്രിപ്ഷന്, ബയോമെട്രിക്സ് പ്രൊട്ടക്ഷൻ, ഇത്രയൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സെക്യൂരിറ്റി മെഷേഴ്സ് എന്ന് പറയുക. അപ്പോൾ സെക്യൂരിറ്റി മെഷേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്നാമത്തേതാണ് പാസ്വേഡ്. ഏറ്റവും ഇൻഎക്സ്പെൻസീവ് ആയിട്ടും അതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി മെഷറാണ് എന്തെന്ന് പറയുക, പാസ്വേഡ്സ് എന്ന് പറയുക. പാസ്വേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഒരു സീക്രട്ട് വേർഡ് ഓർ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സിനെ ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുക, പാസ്വേഡ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും, യൂസറിനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യാനായിട്ട്, അവർക്കൊരു ആക്സസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സീക്രട്ട് വേർഡ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രിങ്സ് ആണ് എന്തെന്ന് പറയുക, പാസ്വേഡ്സ് എന്ന് പറയുക. നമ്മളൊരു ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അതിൻ്റെ അകത്തേക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മളത് ഓതറൈസ്ഡ് പേഴ്സൺ ആവത്തുള്ളൂ. ഇനി പാസ്വേഡിന് തന്നെ പറയുന്ന വേറൊരു പേരാണ് പാസ് കീ എന്നും കൂടെ നമ്മൾ പറയും. പാസ്വേഡിന് നമ്മൾ പറയുന്നൊരു പേരാണ് പാസ് കീ എന്ന് പറയും. ഇനി ഒരു പാസ്വേഡ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ്. അതുപോലെ തന്നെ എന്താണ്, ഈസി ആയിട്ട് മിസ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണവുമാണ് എന്തെന്ന് പറയുക, പാസ്വേഡ് എന്ന് പറയുക. നമ്മൾ സാധാരണയായിട്ട് പാസ്വേഡ് കൊടുക്കുന്നത് എന്തായിരിക്കും, ഓർത്തിരിക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നത്, പാസ്വേഡായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ പാസ്വേഡ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന അതിൻ്റെ ഫുൾ ഫീച്ചർ നമുക്ക് കിട്ടത്തില്ല. കാരണം എന്താ, വേറൊരാൾക്ക് പെട്ടെന്ന് അത് ഗസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, ഒരു ഓർഗനൈസേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു എംപ്ലോയി ലീവ് ആണെങ്കിൽ അവരുടെ വർക്കും കൂടെ അടുത്തയാൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ആ എംപ്ലോയിയുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അടുത്തയാൾ അറിഞ്ഞിരിക്കേണ്ടേ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഒരു പാസ്വേഡ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഫുൾ പർപ്പസ് നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഓരോ കുറേ ഇടവേളകൾക്ക് ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡിനെ ചേഞ്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ചില ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. അതായത് അപ്പർ കേസും ലോവർ കേസ് ലെറ്റേഴ്സും സ്പെഷ്യൽ സിമ്പിൾസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു പാസ്വേഡ് ആയിരിക്കണം എന്ന് നമ്മുടെ പറയാറുണ്ട്. അതുപോലെ തന്നെ സൊഫിസ്റ്റിക്കേറ്റഡ് എലമെൻറ്റ്സ് ആയിട്ടുള്ള ഒരു യൂസറുടെ നെയിം, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും എന്തായിട്ട് ഉപയോഗിക്കാം ഇതെന്ന് അവർ പറയാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുത്താൽ ആ പാസ്വേഡ് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാസ്വേഡ്സ്. അപ്പോൾ നമുക്ക് വേറൊരാൾക്ക് അത് പെട്ടെന്ന് ഗസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പം അതൊരു സ്ട്രോങ് പാസ്വേഡ് ആക്കാനായിട്ടുള്ള കുറേ റെക്കമെൻഡേഷൻസ് ആണ് നമ്മൾ പറയുക. ഒന്നാമത്തേത് ലെങ്ത്. സാധാരണ നമ്മൾ എന്താ, പാസ്വേഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു പാസ്വേഡ് ലെങ്ത് നമ്മൾ കൊടുക്കണം. പിന്നെ കോംപ്ലക്സിറ്റി, കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ സിമ്പിൾസ്, അപ്പർ കേസ്, ലോവർ കേസ്, നമ്പേഴ്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പം വേറെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല. മൂന്നാമത്തേത് വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, പാസ്വേഡ് മാറ്റിക്കൊണ്ടിരിക്കണം. എപ്പോഴും നമ്മൾ ഒരു മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ കൂടുമ്പോൾ പാസ്വേഡ് മാറ്റിക്കൊണ്ടിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം,
ഓട്ടോമാറ്റിക് റിമൈൻഡറൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായിട്ട്, നമ്മൾ ഓർമ്മപ്പെടുത്താനായിട്ട്. അടുത്തത് പറയുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല സൈറ്റുകളുണ്ടായിരിക്കാം, പല സൈറ്റിൽ നമുക്ക് പാസ്വേഡ് വേണം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കാൻ എളുപ്പത്തിന് എല്ലായിടത്തും ഒരേ പാസ്വേഡ് തന്നെ യൂസ് ചെയ്യാതിരിക്കാൻ, ഡിഫറെൻറ്റ് സൈറ്റിൽ ഡിഫറെൻറ്റ് പാസ്വേഡ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയാകുമ്പോഴെന്താണ്, അറ്റാക്കറിന് ചിലപ്പം ഒരു പാസ്വേഡ് അയാൾ ഹാക്ക് ചെയ്തെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾ അത് വെച്ചിട്ട് നമ്മുടെ വേറെയുള്ള അക്കൗണ്ട് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒരേ പാസ്വേഡ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എളുപ്പമാകും ഹാക്കറിന് നമ്മുടെ ഡേറ്റാസിനെ എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സൈറ്റിലും നമ്മൾ ഉപയോഗിക്കുന്ന പല സൈറ്റുകളുണ്ടെങ്കിൽ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാസ്വേഡ്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യുക. ഇതിൻ്റെ അകത്ത് വരുന്നൊരു ടേമാണ് ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക്. ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അറ്റാക്കിംഗ് ദ ക്രാക്ക് പാസ്വേഡ് ബൈ ട്രൈങ് എഗെയിൻ ആൻഡ് എഗെയിൻ. എന്താണ്, നമ്മുടെ ഒരു പാസ്വേഡ് ഇട്ട് നമ്മുടെ സൈറ്റിൽ കയറിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കയറിയിട്ട് പല പാസ്വേഡ് ഇട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അറ്റാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഒരെണ്ണം വരുന്നതാണ് ഡിക്ഷണറി അറ്റാക്ക്. ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഡിക്ഷണറിയിലുള്ള വാക്കുകളൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ പാസ്വേഡിനെ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡിക്ഷണറി അറ്റാക്ക് എന്ന് പറയുന്നത്.